ഹായ് നമസ്കാരം. ചാത്തൻസ് ഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പന്തിരങ്കാവിൽ ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ അച്ഛന് എനിക്കുള്ള 1000 അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അച്ഛാ താങ്ക് യു സോ മച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ മകളെ മറ്റൊരു വിസ്മയോ ഒരു ഉത്രയോ ആവാൻ വിടാതെ സംരക്ഷിച്ചു. അതിൽ കേരളത്തിലെ ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഒരു മകളെന്നുള്ള നിലയിലും ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു പറച്ചിലുണ്ട്, വിവാഹം കഴിഞ്ഞതല്ലേ ഉള്ളൂ, നാണക്കേടല്ലേ, എല്ലാവരും അറിഞ്ഞ് നമ്മൾ നടത്തിയതല്ലേ, അതുകൊണ്ട് ഇനിയൊരു പെട്ടെന്നൊരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെയൊക്കെ എങ്ങനെ നോക്കും എന്നൊക്കെയുള്ള ഒരുപാട് അഭിമാന പ്രശ്നങ്ങൾ ഭയന്നിട്ട് ഇന്ന് ഈ കേരളത്തിൽ നടക്കുന്ന പല 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 ഗാർഹിക പീഡനങ്ങളും പല കുടുംബ പ്രശ്നങ്ങളും പേരൻസായിട്ട് ഒത്തുതീർപ്പാക്കാറുണ്ട്. അങ്ങനെ ഒരു ഒത്തുതീർപ്പിന് നിൽക്കാതെ നിങ്ങളുടെ മകളെ ഒരു കൂട്ടം കാബാലികരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത് കൊണ്ടുവന്ന് അവർക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങിയതിന് താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ മകൾക്കും എൻ്റെ ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം ഇന്ന് ഈ കേരളത്തിൽ ഒരുപാട് പെൺകുട്ടികൾ ഇതേപോലെ പീഡനം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ എല്ലാ രക്ഷകർത്താക്കൾ എന്താണ് പറയുന്നത്? നാണക്കേടാണ്, സാരമില്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും, പിന്നീട് ശരിയാകും. ഇങ്ങനെ എത്ര പെൺകുട്ടികൾ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. രക്ഷകർത്താക്കൾ യഥാർത്ഥത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യവും ചെയ്യാറ്. നിങ്ങൾ ഇന്ന് ഈ കാണിച്ചതുപോലെയുള്ള ഒരു നിലപാട് പല രക്ഷകർത്താക്കളും എടുത്തിരുന്നാൽ ഈ പെൺകുട്ടികളുടെ ആത്മഹത്യയിൽ നിന്ന് അവരെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. നമ്മുടെ വിസ്മയ ഉത്ര എന്തുകൊണ്ടാണ് അവർ മരണപ്പെട്ടത്? അന്ന് വിസ്മയെ കരഞ്ഞു യാചിച്ച് അവളുടെ അച്ഛനോട് പറഞ്ഞു എനിക്ക് ഇവിടെ പറ്റില്ല എന്ന്. അന്ന് അദ്ദേഹം എന്തുകൊണ്ടോ ആ മകളെ ആശ്വസിപ്പിച്ചു, സാരമില്ല മോളെ, ഇതൊക്കെ സ്വാഭാവികമാണ്, ശരിയാകും. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? നമുക്ക് കിട്ടിയത് ആ കുട്ടിയുടെ ഡെഡ് ബോഡിയാണ്. ഉത്ര പാവമായിരുന്നു, എന്ത് ചെയ്തു? ഇനി കാബാലികര് വിഷപ്പാമ്പിനെ വിട്ട് കടിപ്പിച്ചു കൊന്നു. പക്ഷെ എന്തുകൊണ്ടോ വച്ചാ താങ്കളുടെ മകളോടുള്ള സ്നേഹം തെളിയിച്ചിരിക്കുകയാണ്. താങ്കൾ ഈ കുഞ്ഞിനെ ഈ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്ന്, ഈ പന്ന ആൾക്കാരുടെ, അങ്ങനെ പറയാൻ പറ്റും, വെറും നികിഷ്ടരായിട്ടുള്ള ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരുന്നത് കൊണ്ട് താങ്കൾ ഇന്ന് ഈ സമൂഹത്തിന് ഒരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. പെൺമക്കളെ തള്ളിക്കളയാനുള്ളതല്ല എന്നുള്ള ഒരു സന്ദേശം. ഏതാപത്തിലും അവരെ ചേർത്ത് പിടിക്കണമെന്നുള്ളതാണ് താങ്കൾ ഇപ്പം നൽകിയിരിക്കുന്ന സന്ദേശം. ഇതിന് താങ്കളോട് ഞാൻ 1000 നന്ദി പറയുന്നു. വീണ്ടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ അന്നേ ദിവസം ഈ കുട്ടി ഈ പ്രശ്നമുണ്ടായി അവരുടെ രക്ഷകർത്താക്കളോടൊപ്പം സ്റ്റേഷനിൽ എത്തിയപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന CI ഈ പ്രതിയായ രാഹുലിനെതിരെ, പന്തിരങ്കാവ് കേസിലെ ഈ ഗാർഹിക പീഡനത്തിലെ പ്രതിയായ രാഹുലിനെതിരെ കേസ് ചാർജ് ചെയ്യാതെ അവരെ വൈകുന്നേരം 7 മണി വരെ ആ സ്റ്റേഷനിൽ ഇരുത്തി ബുദ്ധിമുട്ടിപ്പിച്ചു. ഇത് നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല, ഇത് കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ഗാർഹിക പീഡനത്തിന്റെ പേരിൽ ഒരു സ്ത്രീ, അതായത് ഒരു ഭാര്യ, ഒരു ഭർത്താവിന്റെ പേരിൽ ഒരു പരാതിയുമായി ചെന്നു കഴിഞ്ഞാൽ മിക്ക സ്റ്റേഷനുകളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ നിലപാടാണ്. പക്ഷെ അത് ഈ കേരളത്തിൽ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നാൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയ, ഏറ്റവും നല്ല വിവരവും അറിവും എല്ലാം ഉള്ള ആൾക്കാർ ജീവിക്കുന്ന കേരളമാണെന്ന് പറഞ്ഞിട്ടും ഇവിടെ നടക്കുന്നത് ഇതാ. ഏത് സ്റ്റേഷനിൽ സ്ത്രീകൾ ചെന്നാലും അവരോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരു വിഭാഗം പോലീസുകാർ, എല്ലാവരും ഉണ്ടെന്ന് പറയത്തില്ല, ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇതേപോലെ ഗാർഹിക പീഡനമോ ഈ ഭർത്തൃവിന്റെ കയ്യിൽ നിന്നുള്ള ക്രൂരമർദ്ദനമോ ഒക്കെ ഏറ്റിട്ട് ചെല്ലുന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ഭർത്താക്കന്മാരെ വിളിച്ചൊക്കെ വരുത്തിയിട്ട് അവന്മാരോട് ഒരു ചോദ്യമുണ്ട്, എന്താടാ സംഭവിച്ചത്? അത് സാറേ അവക്കൊരു അവിഹിതമുണ്ട്. അവിഹിതം എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി. പിന്നെ സ്ത്രീയുടെ അവിഹിത കഥകൾ കേൾക്കാനുള്ള ആവേശത്തിലായിരിക്കും പോലീസുകാർ.
ലവനോട് നൈസിനങ്ങ് പറയും നീ പൊക്കോളാൻ. അത് തന്നെയല്ലേ ഇപ്പൊ പന്തീരങ്കാവില് സംഭവിച്ചത്. അന്നേ ദിവസം അവിടെ കേസിനെത്തി അവിടുത്തെ CA എന്ന് പറയുന്ന ആ പരനാറി അവിടെ വിളിച്ചിരുത്തിയേച്ച് അന്ന് ഈ പ്രതിയായ അവനും അവിടെ എത്തി. അവനോട് ചോദിച്ചപ്പോ അവനും പറഞ്ഞു ഈ പെങ്കൊച്ചിന് 2-3 അവിഹിതം ഉണ്ടെന്ന്. ഒന്നുമല്ല രണ്ടുമല്ല 3-4 അവന്റെ അമ്മച്ചിയും അവന്റെ പെങ്ങളും അത് തന്നെ ആവർത്തിച്ചു പറയുന്നു. പെൺകുട്ടിക്ക് അവിഹിതമുണ്ട്. ഈ അവിഹിതത്തിന്റെ കഥ കേരളം ഇന്ന് കേട്ടതല്ല കേട്ടോ. പണ്ട് വിസ്മയ മരണപ്പെടുന്നതിന് മുന്നേ വിസ്മയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് അന്ന് ഫോൺ സംഭാഷണത്തില് അന്ന് ആ വിസ്മയുടെ ഹസ്ബൻഡും അവന്റെ അളിയനും കൂടെ നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അവരും പറയുന്നത് കേരളം ഒരുപാട് തവണ, കേരളക്കരയിലെ ജനങ്ങൾ ഒരുപാട് തവണ കേട്ടതാ. വിസ്മയക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഊരി പോവാന്ന്. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് അവിഹിതം ഉണ്ടാക്കുന്ന ഒരു പുതിയ ഇടപാടല്ല. കേരളത്തിൽ ഏതെങ്കിലും ഇനത്തിൽ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ, അത് സ്ത്രീ ആവട്ടെ, പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഭർത്താവിനാൽ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അവക്കൊരു അവിഹിതം അങ്ങ് സൃഷ്ടിച്ചു കൊടുക്കും ഭർത്താവ്. അത് കേട്ട് ആസ്വദിക്കാൻ കുറെ പോലീസുകാരും. ഈ പോലീസുകാരെ ഭരിക്കുന്ന നമുക്ക് ബഹുമാന്യനായ ആദരണീയനായ ഒരു മുഖ്യമന്ത്രിയുണ്ട്, പോലീസുകാരുടെ തലപ്പൻ. അപ്പൊ ആ മുഖ്യമന്ത്രിയോടാണ് എനിക്ക് ഇനി പറയാനുള്ളത്. താങ്കൾക്ക് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ താങ്കളോ ഭരിച്ച് കേരളം മുടിച്ച് താങ്കളോടുള്ള പ്രീതി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കളോട് പറയുക, താങ്കൾ ഈ കേസിലെങ്കിലും ഒന്ന് നന്നായിട്ട് ഇടപെട്. താങ്കൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവനെ പോലുള്ള ഈ പരനാറികളെ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാതെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കൊള്ളാവുന്ന എത്രയോ ആമ്പിള്ളേരുണ്ട്. താങ്കളുടെ ഈ ഗുണ്ടാ സംഘത്തിൽ നിന്ന് എടുക്കുന്ന പിന്നാമ്പുറ നിയമനമൊന്നും അല്ല കേട്ടോ. അല്ലാതെ നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള, നല്ല വിവരവും പക്വതയും ഉള്ള ഒരുപാട് പിള്ളേര്, ആൺകുട്ടികൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരെ പോലുള്ളവരെ അല്ലാതെ SFIയിലും യൂണിയൻ നേതാക്കന്മാരായിട്ടൊക്കെ പ്രവർത്തിച്ചേമച്ച് അതിന്റെയൊക്കെ പിന്നാമ്പുറത്തൂടെ കുത്തിത്തിരികി കയറ്റുന്ന നിയമനങ്ങളൊന്നും എടുക്കരുത്. അവനൊക്കെ ഇതിനെക്കാട്ടി അപ്പുറത്തെ വലിയ ഗുണ്ടകളും ക്രിമിനൽസും ആയിട്ട് മാത്രമേ മാറൂ. ഇങ്ങനെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാത്ത ഇവനെ പോലെയുള്ള ഈ പരനാറിയെയൊക്കെ തൂക്കിയെടുത്ത് കളയാ. ഇവനൊക്കെ ശമ്പളം കൊടുത്തുള്ള സസ്പെൻഷൻ അല്ല വെക്കേണ്ടത്, ഡിസ്മിസൽ അടിച്ചുകൊട്. പോട്ടെ ഇവനൊക്കെ. ഇവനെയൊക്കെ എന്തിനാ താങ്കൾ ഇങ്ങനെ ചുമന്നിട്ട് ഇങ്ങനെ നാറുന്നത്? പണ്ടൊരു പഴമൊഴിയുണ്ട്, തൂറിയവനെ ചുമന്നാൽ തൂറാത്തവനും നാറുമെന്ന്. താങ്കൾ ഇതേപോലുള്ള ഓരോ നാറികൾ കാരണം വീണ്ടും ആകപ്പാടെ ഒരു ഇമേജ് ഇല്ലാത്ത മുഖ്യമന്ത്രിയാണ് നമ്മുടെ സ്വന്തം ബഹുമാന്യനായ ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് താങ്കൾ ഇതേപോലുള്ള ഒരു ഗുണവും ഇല്ലാത്ത ഈ സാമാന്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ മൗനം ആയിട്ട് ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ച് ഇവനെ പോലുള്ളവന്മാരെയൊക്കെ എടുത്ത് അയ്യത്ത് തോമ്പിക്കള. ഇവനെയൊന്നും വേണ്ടാതെ വെക്ക് സർവീസില്. എന്തിനാ ഇങ്ങനെയുള്ളവന്മാരെ സർവീസില്? ഇവന്റെ അടുത്ത് അന്ന് ആ കേസ് പറഞ്ഞ സമയത്ത്, കേസുമായിട്ട് ചെന്ന സമയത്ത് ഈ പ്രതിയായ രാഹുൽ അവിടെ ഉണ്ടായിരുന്നു. അവൻ ജർമ്മനി പോകാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുത്തത് ഇവനാണ്. ഇനി ഇവനെ ഇവിടുന്ന് ജർമ്മനിയിൽ പോയി അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ മാധ്യമങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ഇതിന്റെ പുറകെ നടക്കുന്നിടത്തോളവും പറയും ഇവനെ ജർമ്മനിയിൽ പോയി അറസ്റ്റ് ചെയ്യും, അവനെ ഇപ്പൊ പിടിച്ചോണ്ട് വരും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ. ഒന്നുമില്ല, അടുത്ത ഒരു വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ അതിന്റെ പുറകെ പോവും, നിങ്ങൾ ഈ കേസ് വിടും. അതുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, ഇവന് ശമ്പളമൊക്കെ കൊടുത്ത് ഇവനെ സസ്പെൻഷനിലാക്കാതെ ആ യദുവിനെ എടുത്ത് അയ്യത്ത് കളഞ്ഞല്ലേ മേയറിനെ ഏതാണ്ട് പറഞ്ഞതിന്. മേയറിനെ അശ്ലീലം കാണിച്ചല്ലേ ഉള്ളൂ. മേയറിന്റെ കഴുത്തേഞ്ഞൊക്കെ പിടിച്ച് കൊല്ലാനൊന്നും ശ്രമിച്ചില്ലായിരുന്നല്ലേ യദു. അപ്പൊ ആ യദുവിനെ ഒരു ദിവസം രാവിലെ ചെന്നപ്പോ ഗണേഷ് കുമാർ പറഞ്ഞായിരുന്നല്ലേ, നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി, ഇനി നീ ജോലിക്ക് കയറണ്ടാന്ന്. അതേപോലെ ഇവനെ തൂമ്പിയും കള. താങ്കളും ഇതേപോലെ ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി അല്ലയോ? താങ്കളും പറ ഇനി ഇവനോട് ജോലിക്ക് കയറണ്ട, ഇനി ഇവൻ വരണ്ട, ഇവനൊരു ഡിസ്മിസലും കൂടെ, അവൻ വീട്ടിൽ പോയിരിക്കട്ടെ. അവന്റെ മേലിൽ ഇപ്പൊ ഈ ഒരു കേസ് മാത്രമല്ലല്ലോ, ഇതിനു മുന്നേയും കേസ് ഉണ്ടായില്ലയോ? ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെ സംബന്ധിച്ചൊരു വിഷയം ഇപ്പം ന്യൂസുകളിലെല്ലാം ഞാൻ കാണുന്നുണ്ട്. അന്ന് ഇവൻ ഇതേപോലെ പറഞ്ഞത് തെളിവുണ്ടാക്കി കൊണ്ടുവരാനായിട്ട്. അതോ ഇനി അവൻ വല്ല യൂണിയൻ നേതാവുമല്ലോ അവനെ എടുത്തു കളയാൻ പറ്റാത്ത രീതിയിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ കാരണം എന്താ? CITUവിന്റെ നേതാവാണോ അവൻ? ഇതിനൊക്കെ താങ്കളാണ് ജനങ്ങളോട് ഉത്തരം പറയേണ്ടുന്നത്. പിന്നെ
ആ ഇവന്റെ അമ്മയും ഒക്കെ വന്നിന്ന് ഇവന്റെ അമ്മയുടെയൊക്കെ എടുത്ത് ചെന്നിന്ന് കുറെ ചാനലുകാര് എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ പെൺകുട്ടിയുടെ അവിഹിതത്തെ പറ്റിയിട്ട്. നിങ്ങൾക്കൊന്നും ഒരു ലജ്ജ ഒരു ഉളുപ്പും പുളുപ്പും ഒന്നും തോന്നുന്നില്ല യഥാർത്ഥത്തില്. ഏത് ഇവിടെ എവിടാണ് സ്വന്തം മക്കളെ കുറ്റം പറയുന്ന അമ്മമാരുണ്ടാവുക? എങ്ങുമില്ല. ഒരിടത്തും സ്വന്തം മക്കളെ ഒരമ്മമാരും കുറ്റം പറയത്തില്ല. പിന്നെ നിങ്ങൾ അവിടെ ചെന്ന് ഇന്ന് ഈ പെൺകുട്ടി ഇത്രയും പീഡനത്തിനിരയായി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ തിരക്കുന്നതിന് പകരം അവിടെ ചെന്ന് ആ പെൺകുട്ടിക്ക് എത്ര കാമുകന്മാരുണ്ടായിരുന്നു, എന്തൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു, ഏതെല്ലാം രീതിയിൽ ആ പെൺകൊച്ചി എന്തെല്ലാം ദുർനടപ്പുകാരിയായിരുന്നു എന്ന് തിരക്കാൻ പോകാൻ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തിന്റെ കേടാ? നിങ്ങൾ ഒന്ന് ചോദിക്കാൻ എന്താ? ഈ ഇന്റർവ്യൂവിന് എല്ലാം ചെന്നപ്പോ അവന്റെ ആ തള്ളച്ചിയോട് ആ പന്നച്ചി തള്ളച്ചിയോട് ചോദിക്കാൻ എന്താ? ആ അവന്റെ വീട്ടില് എന്തിനാ കൂട്ടുകാരനായിട്ട് ഒരുത്തനെ പിടിച്ച് അവിടെ കിടത്തിയേക്കുന്നേന്ന്? ഇനി അവന്റെ പെങ്ങടെ കൂട്ടുകിടപ്പുകാരനാണോ അവന്റെ കൂട്ടുകാരൻ? അവന്റെ പെങ്ങളും ഉണ്ടല്ലോ ആ വീട്ടില്. പെങ്ങളും ഭർത്താവൊന്നും ഇല്ലാതെ വന്ന് നിൽക്കുമല്ലേ. അപ്പൊ അത് നിങ്ങളൊന്ന് അന്വേഷിക്കാൻ എന്താ? എന്തിനാ ഈ പെണ്ണിന്റെ കാമുകനെ കുറിച്ചൊക്കെ നിങ്ങൾ തിരക്കാൻ പോയല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ ഈ കൂട്ടുകാരൻ എന്തിനാ അവിടെ വന്ന് കിടക്കുന്നേ? ആ കൂട്ടുകാരനും ഇവരുടെ മോളുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്ന്? നാണമില്ലയോ? ഒരു പെങ്കൊച്ചിനെ എടുത്തിട്ട് ഉപദ്രവിച്ച് ഈ പരുവത്തിലാക്കി അതിന്റെ രക്ഷകർത്താക്കൾ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് ഇന്നത് ജീവിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെയും പോയേക്കുന്നു. അവിടെ ചെന്ന് ആ കൊച്ചിന് ഇനി ഏതെല്ലാം രീതിയിൽ കരിവാരി തേക്കാൻ ഒക്കുമെന്നുള്ള രീതിയിൽ. എന്തായാലും നാറിയ കേരളവും നാറിയ ഭരണവും എല്ലാം കൊള്ളാം. എന്തായാലും അച്ഛ, താങ്കൾക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. താങ്കൾ ഈ ലോകത്തിന്റെ തന്നെ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു മാതൃകയായിട്ടിരിക്കേണ്ടുന്ന ആളാണ്. താങ്കളെ പോലുള്ള അച്ഛനും നിങ്ങളെ പോലുള്ള അച്ഛനും അമ്മയും ഇന്ന് ഈ കേരളത്തിൽ ആവശ്യമാണ്. എല്ലാ കുഞ്ഞുങ്ങളും പെൺമക്കളും സുരക്ഷിതരായിട്ടിരിക്കാൻ നിങ്ങളെ പോലുള്ള രക്ഷകർത്താക്കൾ ആവശ്യമാണ്. അപ്പോൾ ഓക്കെ ബൈ, താങ്ക് യു. നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് രീതിയിലായാലും ഇവന് തക്കതായ ശിക്ഷ ലഭിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.